ഇന്നത്തെ സുവിശേഷത്തിൽ പത്രോസ്ലിഹ ചോദിക്കുന്നുണ്ട്, എത്ര പ്രാവശ്യമാണ് നമ്മൾ സഹോദരനോട് ക്ഷമിക്കേണ്ടതെന്ന്. എത്ര പ്രാവശ്യം ക്ഷമിക്കേണ്ടേ? 770. അതെല്ലാവർക്കും അറിയാം അല്ലേ? നമ്മൾ എത്ര പ്രാവശ്യം ക്ഷമിക്കാറുണ്ട്? ക്ഷമിച്ചാലും പിന്നെ പറയും കുറച്ച് കഴിയുമ്പോൾ, എത്ര പ്രാവശ്യം ഞാൻ അവനോട് പറഞ്ഞെന്നറിയോ അങ്ങനെ ചെയ്യരുതെന്ന്. എന്നാലും അവരങ്ങനെ ചെയ്തു. അച്ഛനൊരു എക്സാമ്പിൾ പറയാം. അച്ഛൻ റീജൻസി ചെയ്ത കാലഘട്ടത്തിൽ ഒരു ചേട്ടനെ പരിചയപ്പെട്ടു. തോമായി എന്നാണ് ചേട്ടൻ്റെ പേര്. ചേട്ടൻ വളരെ നല്ല മനുഷ്യൻ, ഇടവകയിൽ നല്ല മാതൃകയുള്ളൊരു മനുഷ്യൻ. പള്ളിയിൽ ഒരു ദിവസം പോലും മുടങ്ങാതെ വിശുദ്ധ കുർബാനയ്ക്ക് പോവുകയും എല്ലാ പ്രാർത്ഥനകൾക്ക് കൃത്യമായി വരികയും ചെയ്യുന്ന ചേട്ടനും ചേച്ചിയും 3 മക്കളും. മക്കൾക്ക് സ്കൂളിലെ മാർക്കിനേക്കാൾ അധികം കാറ്റീസത്തിലെ പരീക്ഷയ്ക്കാണ് കൂടുതൽ മാർക്ക്. വളരെ നല്ല കുടുംബം. വീട് ഒരു ചെറിയ വീടാണ്. അങ്ങനെ ചേട്ടനായിട്ട് വർത്തമാനം പറഞ്ഞപ്പോൾ ചേട്ടൻ ഒരു ദിവസം അങ്ങനെ സംസാരിച്ചപ്പോൾ പുള്ളി പറഞ്ഞു, അച്ഛാ, എൻ്റെ ഒരു വീട് സ്ഥലം വിറ്റ് പോകാനുണ്ട്. ഒരു മെയിൻ ടൗണിൻ്റെ നടുക്കുള്ളൊരു സ്ഥലം, 25 സെൻറ്റ് സ്ഥലമുണ്ട്. കോടികൾ എനിക്ക് കിട്ടും. അതൊന്ന് വിറ്റ് പോയി കഴിഞ്ഞാൽ ഞാൻ രക്ഷപ്പെട്ടു വെച്ചാ. പിന്നെ എനിക്കൊന്നും നോക്കണ്ട. മക്കളെ പഠിപ്പിക്കാനായാലും പണി തുടങ്ങാൻ ആഗ്രഹിച്ചിരിക്കുന്ന വീടായാലും പണിത് തീർക്കാനായിട്ട് എനിക്ക് പെട്ടെന്ന് പറ്റും. ചോദിച്ചു പിടിച്ചു വന്നപ്പോൾ ആളെല്ലാ ധ്യാന കേന്ദ്രങ്ങളിലും പോയിട്ടുണ്ട്. കേരളത്തിലെ എല്ലാ ധ്യാന കേന്ദ്രങ്ങളിലും പോകുന്നുണ്ട്. എല്ലാ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനം കൂടിയിട്ടുണ്ട്. അവിടെ നിന്ന് വെള്ളം കൊണ്ടുവരില്ല, എല്ലാം ഉണ്ട്. ഒരു ചെറിയൊരു പ്രശ്നം ആൾക്കുണ്ട്. ഇദ്ദേഹത്തിൻ്റെ വീടിൻ്റെ കുറച്ചപ്പുറത്ത് ഇദ്ദേഹത്തിൻ്റെ അനിയനോ ചേട്ടനോ താമസിക്കുന്നുണ്ട്, ഒരു സ്വന്തം സഹോദരൻ. അദ്ദേഹമായിട്ട് 10 വർഷമായിട്ട് സംസാരിച്ചിട്ടില്ല. അധികമൊന്നുമില്ല, 10 വർഷം. 10 വർഷം ഇദ്ദേഹമായിട്ട് രമ്യതപ്പെടാണ്ട് കേരളത്തിലെ എല്ലാ ധ്യാന കേന്ദ്രത്തിലും പോയിട്ട് വല്ല കാര്യമുണ്ടാകും? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? എപ്പോഴാണ് ആളുടെ സ്ഥലം വിറ്റ് പോവുക? അദ്ദേഹം ആ ചേട്ടനായിട്ട് രമ്യതപ്പെട്ട് എന്തുണ്ടാവും? സ്ഥലം വിറ്റ് പോവും. നമ്മളെല്ലാവരും സ്വർഗസ്നായ പിതാവ് എന്ന പ്രാർത്ഥന ചെല്ലാറില്ലേ? എത്ര പ്രാവശ്യം സ്വർഗസ്നായുള്ള പ്രാർത്ഥന ചെല്ലാറുണ്ട്? ഒരുപാട് തവണ ചെല്ലാറുണ്ട്. ഇതിൽ അർത്ഥവത്തായ ഒരു കാര്യം പറയട്ടെ. മറ്റുള്ളവരുടെ തെറ്റുകൾ ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോട് ക്ഷമിക്കണമേ. നമ്മൾ മറ്റുള്ളവരുടെ തെറ്റുകൾ ക്ഷമിച്ചാൽ മാത്രമാണ് എന്തുള്ളൂ? നമുക്ക് ക്ഷമയുള്ളൂ. നമ്മൾ ചിലപ്പോൾ ലോകമുള്ള എല്ലാവരുടെയും ക്ഷമിക്കും. പക്ഷെ വീട്ടിൽ വന്ന ഭാര്യയോട്, ഭർത്താവിനോട്, മക്കളോട്, അയൽക്കാരോട് ക്ഷമിക്കില്ല. അല്ലെങ്കിൽ ക്ഷമിച്ചാലും കുറച്ച് കഴിയുമ്പോൾ നമ്മളത് കണക്ക് പറയും. അന്നതുണ്ടായപ്പോൾ ഞാൻ 2 പ്രാവശ്യം ക്ഷമിച്ചു. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് പിന്നതുണ്ടായപ്പോൾ അത് ഞാൻ ക്ഷമിച്ചു. അത് കഴിഞ്ഞ് ഇന്ന മാസത്തിൽ ഇന്ന ദിവസം ക്രിസ്മസിനുണ്ടായപ്പോൾ ഇതൊക്കെ ഞാൻ ക്ഷമിച്ചിട്ട് വെച്ചാൽ ഇപ്പോഴും അവൾ എന്നോട് ചെയ്തുകൊണ്ടിരിക്കുക. കണക്ക് പറയുന്നതാണോ ക്ഷമ? കണക്ക് പറയുന്നതാണോ? അല്ല. നിങ്ങൾ മക്കൾക്ക് ഭക്ഷണം കൊടുത്തിട്ട് എപ്പോഴെങ്കിലും നിങ്ങൾ പറയാറുണ്ട്, ഞങ്ങൾ 3 നേരം നിങ്ങൾക്ക് ഭക്ഷണം തന്നു? ഇല്ലല്ലോ. കണക്ക് പറയുന്നതല്ല ക്ഷമ. അങ്ങനെയാണെങ്കിൽ ദൈവം എന്തോരം ക്ഷമിക്കും? ദൈവം ക്ഷമിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ നിന്നോട് പറയില്ലേ, ഇന്ന കാര്യം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ക്ഷമിച്ചില്ലേ? കർത്താവ് അങ്ങനെ നിങ്ങളോട് പറയാറുണ്ടോ? ക്ഷമയിൽ എല്ലാം മറന്നിരിക്കണം. നമ്മുടെ പ്രത്യേകത അനുസരിച്ച് നമ്മൾ ക്ഷമിക്കും, പക്ഷെ എന്തില്ല, മറക്കില്ല. അപ്പോൾ വല്ല കാര്യമുണ്ടോ? അപ്പോൾ പണ്ടത്തെ അവസ്ഥയും പുതിയ അവസ്ഥയും സെയിമാണ്. ഫ്രാൻസിസ് അസീസിയുടെ പ്രാർത്ഥനയിൽ പറയുന്നൊരു കാര്യമുണ്ട്. മറ്റുള്ളവരോട് ക്ഷമിക്കുമ്പോൾ, കേട്ടിട്ടുണ്ടോ? സമാധാനത്തിൻ്റെ പ്രാർത്ഥനകൾ കേട്ടിട്ടുണ്ടോ? കൊടുക്കുമ്പോഴാണ് ഞങ്ങൾക്ക്, ക്ഷമിക്കുമ്പോഴാണ് ഞങ്ങളോടും ക്ഷമിക്കപ്പെടുന്നത്. അപ്പം നമ്മൾ ക്ഷമിച്ചാൽ മാത്രമേ നമ്മളോടും ക്ഷമിക്കുള്ളൂ. അച്ഛനത് പറയാൻ കാരണം എന്നറിയോ? നമ്മൾ ഒരു ധ്യാന കേന്ദ്രത്തിൽ വന്ന് പ്രാർത്ഥിച്ച് ക്ഷമയോടുകൂടെ പോയിട്ട് നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് കുമ്പസാരിച്ചു, നമ്മളെല്ലാം ചെയ്തു, പക്ഷെ തിരിച്ച് ചെന്ന് നമ്മൾ ക്ഷമിക്കുന്നില്ലെങ്കിൽ
ഇന്നത്തെ സുവിശേഷത്തിൽ വായിച്ച രണ്ടാമത്തെ സഹസേവകനോട് ചെയ്ത പോലെയോ? എന്താ ചെയ്തേ? ആദ്യത്തെ ആള് അയാളോട് യജമാനൻ ക്ഷമിച്ചു, പക്ഷെ മറ്റാളോട് ക്ഷമിച്ച അയാൾ കരുണ, നിങ്ങൾക്ക് കരുണ കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? മറ്റുള്ളവർക്ക് എന്ത് ചെയ്ത് കൊടുത്തിരിക്കണം? കരുണ കൊടുത്തിരിക്കണം. എന്നാലാണ് നമ്മൾ ചെയ്യുന്ന കാര്യത്തിന് അർത്ഥമുള്ളൂ. അല്ലെങ്കിൽ നമ്മളെല്ലാവരോടും ക്ഷമിച്ചു, പക്ഷെ എന്ത് ചെയ്യില്ല? മറ്റുള്ളവരുടെ നിന്ന് കുത്തിപ്പിടിച്ച് നമുക്ക് വേണ്ട സാധനങ്ങൾ മേടിച്ചെടുക്കുന്നത് ശരിയല്ല. റീസെൻ്റ്ലി ഒരു സ്ഥലത്തിൻ്റെ പ്രശ്നമായിട്ടൊരു ചേട്ടൻ വന്നു. ചേട്ടൻ വന്ന് ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ, എൻ്റെ വീട് പണിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വീട്ടിലോട്ട് തിരിയാനായിട്ട് ഏകദേശം ഈ കൈയുടെ നീളത്തിലുള്ള ഒരു ഭാഗം തൊട്ടടുത്ത വീട്ടുകാരൻ വിട്ടു തരികയാണെങ്കിൽ വണ്ടി സുഖമായിട്ട് തിരിഞ്ഞു പോവും. ഇത്ര നീളവും ഇത്രയും വീതിയുള്ളൂ. അത്രയും ഭാഗം മാത്രം ഒന്ന് വിട്ടു തന്നു കഴിഞ്ഞാൽ വീട് ശരി, വണ്ടികൾ പോയി വീട് പണിയാൻ പറ്റും, വളരെ സുഖമാണ്. ഇദ്ദേഹം ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടിട്ടാണ് അച്ഛനോട് ഇത് പറയുന്നത്. ഞാൻ കുറേ പ്രാവശ്യം പറഞ്ഞു വെച്ചാൽ പല അച്ഛന്മാർ ഇതിൻ്റെ ഇടയിൽ ഞാൻ ഇറക്കി നോക്കി, പക്ഷെ ഇയാൾ എന്ത് ഇത് സമ്മതിക്കുന്നില്ല. അങ്ങനെ ഇതിൽ ഒരു അച്ഛൻ ഇടപെടാനായിട്ട് ഇടയായി. അച്ഛൻ ചെന്ന് അപ്പുറത്തെ വീട്ടുകാരനോട് ചോദിച്ചു, ചേട്ടാ അത്രയും സ്ഥലം വിട്ടുകൊടുത്തുകൊണ്ട് വല്ല കുഴപ്പമുണ്ടോ? പൈസ തരാലോ, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇനിയിപ്പോൾ അവർ പൈസ ഒന്നില്ലെങ്കിൽ അച്ഛൻ പൈസ തരാം. അപ്പോൾ ആ ചേട്ടൻ്റെ മറുപടി ഇതായിരുന്നു, അച്ഛൻ പൈസ ഒന്നും തരണ്ട അച്ഛാ, ഞാൻ വിട്ടുകൊടുക്കാൻ തയ്യാറാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ അവനോട് ചോദിച്ചു, ഇത്രയും സ്ഥലത്തിന് അപ്പുറത്ത് ഇതുപോലൊരു ചെറിയ പീസ് എനിക്ക് ആവശ്യമുണ്ട്, അതെനിക്ക് തരണം. ഇത്രയും ഇതിൻ്റെ പകുതി സ്ഥലം മതി, അതാ എൻ്റെ കിണർ നിൽക്കണ എൻ്റെ ഭാഗം മാത്രം, ഇത് ഇത്ര സ്ഥലം മതി, അത് ഇയാൾ വിട്ടുകൊടുക്കില്ല. ഇതിലാരുടെ ഭാഗത്താണ് ന്യായം? ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് കിട്ടിയ സാധനം നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ എന്തുണ്ടാവും? അതവിടെ ഇരുന്ന് കേടാവും. ഞാനൊരു എക്സാമ്പിൾ പറയാം. ടാങ്കിലെ വെള്ളം നിങ്ങൾ കണ്ടിട്ടുണ്ട്. ആ ടാങ്കിലെ വെള്ളം നിങ്ങൾ വീട്ടിൽ എവിടേക്കെങ്കിലും യാത്ര പോകുമ്പോൾ നിറച്ചടിച്ചിട്ടെന്ന് വിചാരിക്കുക, ഒരു 5 ദിവസം കഴിഞ്ഞ് നിങ്ങൾ തിരിച്ചു വന്നാൽ ടാപ്പ് തുറന്നാൽ എങ്ങനെയുള്ള വെള്ളമായിരിക്കും ടാങ്കിൽ? വെള്ളത്തിന് ഒരു സ്മെല്ലോ ഒരു കട്ടി കൂടുതലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. എന്തുകൊണ്ടാണ്? ആ വെള്ളം മാറിയില്ല എന്നുള്ളതാണ്. നമ്മൾ ഡെയിലി അടിക്കുമ്പോൾ ഇത് തോന്നില്ല. കാരണം എന്താ? നമ്മൾ ഡെയിലി ടാങ്കിൽ അടിക്കുന്നു, ടാപ്പ് തുറക്കുന്നു, വെള്ളം പോകുന്നു, വീണ്ടും അടിക്കുന്നു. അപ്പോൾ വെള്ളം എപ്പോഴും എന്താണ്? ഫ്രഷാണ്. നമ്മുടെ ഹൃദയം ഇതുപോലെയാണ്. വളരെ ഫ്രഷായിട്ടിരുന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? മറ്റുള്ളവരോട് ക്ഷമിക്കാൻ പറയാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ പങ്കുവയ്ക്കുമ്പോൾ മാത്രമാണ് നമുക്ക് കിട്ടുള്ളൂ, ഇല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് കിട്ടില്ല. അപ്പോൾ അച്ഛൻ പറഞ്ഞു വന്ന 2 കാര്യങ്ങൾ, 1 ക്ഷമിക്കാനും, 2 പങ്കുവയ്ക്കാനാണ്. പങ്കുവയ്ക്കുക എന്ന് പറഞ്ഞാൽ കരുണ കാണിക്കാനാണ്. അതിന് നമുക്ക് പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ഒരുപാട് വിശുദ്ധ ബലികൾ അർപ്പിക്കുമ്പോഴും അല്ലെങ്കിൽ ധ്യാനങ്ങൾ പങ്കെടുക്കുമ്പോഴും അല്ലെങ്കിൽ വചനം കേൾക്കുമ്പോഴും നമുക്കെന്തുണ്ടാവില്ല? മാറ്റങ്ങൾ ഉണ്ടാവുകയില്ല. 3ാമതൊരു കാര്യം കൂടി പറഞ്ഞ് അച്ഛൻ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. ഇത്രയേ ഉള്ളൂ. എല്ലാ ധ്യാനത്തിനും കുമ്പസാരത്തിനൊക്കെ പോയി കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഹൃദയം ശുദ്ധിയുള്ളവരാവും, അല്ലേ? നിങ്ങളൊക്കെ ഹൃദയം ശുദ്ധിയുള്ളവരായിട്ടല്ലേ എന്ന് തിരിച്ചു പോവുക? ആണ്, അല്ലേ? നിങ്ങളുടെ ഹൃദയം വിശുദ്ധമാണ്. പിന്നെ എപ്പോഴാണ് നിങ്ങൾ പാപം ചെയ്യുന്നത്? എപ്പോഴാണ് പാപം ചെയ്യുന്നത്? ചെറിയൊരു ദേഷ്യം വന്നു, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കുറച്ച് നേരം മനസ്സൊന്ന് റിഫ്രഷ് ആക്കാൻ ഒന്നില്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിൽ പോയി വർത്താനം പറയും, അല്ലെങ്കിൽ മൊബൈൽ എടുത്ത് നോക്കും. വചനം പറഞ്ഞ ഹൃദയം ശുദ്ധിമാക്കിയ ആളെക്കുറിച്ച് പറയുന്നത് എന്താ? അവൻ അടിച്ച് വൃത്തിയാക്കി ഹൃദയം ശുദ്ധമാക്കി. പക്ഷേ അവനിൽ നിന്ന് ഇറങ്ങിപ്പോയ പിശാച് എന്ത് ചെയ്തു? പുറത്തു പോയി വരണ്ട സ്ഥലങ്ങളിലൂടെ നടന്നു, തിരിച്ചു വന്നു, അല്ലേ? തിരിച്ചു വരുമ്പോൾ അവൻ എന്താ കണ്ടേ? ഹൃദയം നല്ല വെടുപ്പുള്ളതാ, കയറാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്തു? പോയിട്ട് അവനേക്കാൾ ശക്തരായ 7 പേരെ കൂടി കൊണ്ടുവന്നു. നമ്മുടെ ഹൃദയം ശുദ്ധമാണെങ്കിൽ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇതുപോലൊരു റൂം, ഈ ആൾക്കാരുടെ അത്രയും പോകുന്ന റൂം വെറുതെ അടച്ചിട്ട് എന്തുണ്ടാവും? നമ്മൾ വൃത്തിയാക്കി അടച്ചൊരു 10 ദിവസം കഴിഞ്ഞ് തുറന്നാല ഇതിൻ്റെ ഉള്ളിൽ നിന്ന് മോശമായ സ്മെല്ല് വരും. അപ്പോൾ ഈ റൂമിനകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സംഭവിക്കില്ല. നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ വചനമല്ലെങ്കിൽ
പ്രാർത്ഥനകളില്ലെങ്കിൽ, നന്മകളില്ലെങ്കിൽ നമുക്കെന്ത് സംഭവിക്കും? മറ്റുള്ള പിശാചുകൾ ഇതിൻ്റെ ഉള്ളിൽ കയറിയിരിക്കാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ ഹൃദയത്തിൽ എന്താണുള്ളത് അതനുസരിച്ചായിരിക്കും നമ്മുടെ പ്രവർത്തനം. വചനം പറയുന്നു, എല്ലാ പ്രവൃത്തികളുടെ ആരംഭം ചിന്തയാണ്. ചിന്ത ഹൃദയത്തിൽ വേരൂന്നിരിക്കുന്നു. നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ ആരും ആരെയും കുറിച്ച് നല്ലത് ചിന്തിക്കുന്നില്ല. ചിന്തിക്കുന്നവരുണ്ടാവും, പക്ഷേ മെജോറിറ്റി ആൾക്കാരും ചിന്തിക്കുക എന്താ? അമ്മമാരെ നിങ്ങൾ ഇവിടുന്ന് തിരിച്ചു പോകുമ്പോൾ എന്താ നോക്കുക? ചിലരുടെ സാരി നോക്കും, ചിലരുടെ ആഭരണങ്ങൾ നോക്കും, അല്ലെങ്കിൽ മറ്റു ചിലത് നോക്കും. പിന്നെ അതിനെക്കുറിച്ചായിരിക്കും നമ്മുടെ ചിന്ത. അത് ചിന്ത ദുഷ്ടതയിലേക്ക് നയിക്കുകയുള്ളൂ, നന്മയിലേക്ക് നയിക്കാൻ ചാൻസ് ഇല്ല. അതുകൊണ്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞ ഒരു കാര്യം. അതിങ്ങനെയാണ്: നിങ്ങളുടെ ജീവിതത്തിൽ മൊബൈല് അല്ലെങ്കിൽ മറ്റ് സാധനങ്ങൾ എപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ട്. അതുപോലെ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യമാണ് ദൈവവചനം. നിങ്ങൾക്ക് വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ, വേദനകൾ ഉണ്ടാകുമ്പോൾ, ദുഃഖങ്ങൾ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ അപമാനിക്കപ്പെടുമ്പോൾ ദൈവവചനം നിങ്ങളെ ശക്തിപ്പെടുത്തും. വചനത്തിലോട്ട് വരുമ്പോൾ നമ്മൾ ക്ഷമിക്കണമെങ്കിൽ നമ്മളുടെ ഹൃദയത്തിൽ ആദ്യമുണ്ടാകേണ്ട ഒരു കാര്യം ദൈവവചനമാണ്, പ്രാർത്ഥനകളാണ്. അതില്ല എങ്കിൽ നമ്മളുടെ ഹൃദയത്തിൽ മറ്റു പലതുമാണ് ശേഖരിക്കപ്പെട്ടിരിക്കുന്നതെങ്കിൽ നമ്മൾ മറ്റുള്ളവരോട് പറയുമ്പോൾ എന്തുണ്ടാവും? അത് തിന്മയായിട്ട് തീരും. ഒരു നിമിഷം കണ്ണുകൾ അടച്ച് കൈകൾ കൂപ്പി നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ ദൈവമേ, ഇന്നത്തെ സുവിശേഷത്തിൽ വായിച്ചു കേട്ടതുപോലെ ചെറിയ കാര്യങ്ങളിലായാലും വലിയ കാര്യങ്ങളിലായാലും 70 പ്രാവശ്യം ക്ഷമിക്കാനുള്ള കൃപാവരം ഞങ്ങൾക്ക് നീ നൽകണമേ. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയല്ല, നിന്നോടുള്ള സ്നേഹത്തിൽ വളരാൻ വേണ്ടി മാത്രം പൂർണ്ണമായി ക്ഷമിക്കാനായിട്ട് ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ക്ഷമയ്ക്ക് കണക്കുകളില്ല, അളവുകളില്ല. കൂടുതൽ തമ്പുരാനോടുള്ള സ്നേഹത്തെ മാത്രം ക്ഷമിക്കുവാനും ഞങ്ങളോട് നീ ക്ഷമിച്ചതുപോലെ ഞങ്ങൾക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കാനുള്ള കൃപാവരം നൽകണമേ. എൻ്റെ ഹൃദയം പൂർണ്ണമായും ദൈവവചനത്തിലും അങ്ങയോടുള്ള സ്നേഹത്തിലുമായിരിക്കുകയാണെങ്കിൽ എല്ലാവരോടും എനിക്ക് ക്ഷമിക്കാനുള്ള കൃപ നീ നൽകും. പരിശുദ്ധ ആത്മാവെ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. സകല മാലാഖമാരെ, വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. സഭയുടെ സംരക്ഷകനായ വിസ്തവസ്യ പിതാവേ, ഞങ്ങളെ സംരക്ഷിക്കണമേ. പരിശുദ്ധ കന്യാമറിയമേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ ആത്മാവിൻ്റെയും നാമത്തിൽ